ബ്ലോഗറെ ഇങ്ങനെ വർദ്ധിക്കുന്ന നമ്മൾ ബോർഡർ കേരളത്തിൽ ബോർഡർ ആയിട്ടില്ല. ഇല്ല, ബോർഡറിലേക്ക് 6 കിലോമീറ്റർ പോകാണ്ട്. ഇത് 6 കിലോമീറ്റർ ചെന്നിട്ടാണ് കേരള ബോർഡർ വരുന്നത്. ഇത് വണ്ടികളൊന്നും ചെക്ക് ചെയ്യില്ല. അപ്പം ഇല്ല, ഇവിടെ വണ്ടികൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഫോറസ്റ്റിലല്ല, മരസംബന്ധമായ സംഗതികളൊക്കെ. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നില്ല. ഈ ഫോറസ്റ്റിലൊക്കെ പെട്ടാണോ അങ്ങനെയൊക്കെ പെട്ടതൊക്കെ ഫോറസ്റ്റിൽ അത് പോലീസിലല്ലേ? ഈ കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും ശല്യം ചെയ്യുക അല്ലെങ്കിൽ പിടിക്കുക അതൊക്കെ അത് ഇതിൽ വരുന്നതാണ്. ഫോറസ്റ്റിന്റെ വീട് അതാണ്. അപ്പൊ ഇതെന്താ ഇതിന്റെ ഇതെന്തിന്റെ സഫാരി 10 മണി ക്ലോസ് ചെയ്യും. ഉച്ചയ്ക്ക് 3 മുതൽ 6 ജീപ്പാണ്. സഫാരി പോകുന്ന ജീപ്പാണ്. ഇതിൽ മാത്രമേ പോകുന്നുള്ളൂ. നമ്മളെ വണ്ടിയാണ്. നമ്മളെ വണ്ടിയാണ്. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു. അത് രാവിലത്തെ കഴിഞ്ഞു, ഉച്ചയ്ക്ക്. അപ്പോൾ രാവിലെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1 മിനിറ്റ്. എത്ര ചാർജ്? ഇതാണെങ്കിൽ അത് പാക്കേജ് അതായത് 2100 4 വരെ ആണ്. ഏകദേശം 500 രൂപൻ്റെ 1 മണിക്കൂർ. ഒരാളുകളും 4 ആൾ വരെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയാണ് ഏകദേശം ഇതൊക്കെ കാണാനുള്ള? കാട്ടിൽ ഒരുവിധം എല്ലാ സാധനമുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റാണ് കാണുന്നത്. രാവിലെ പോകണല്ലേ? ചാൻസ് കൂടുതൽ സമയമാണ് രാവിലെ വൈകുന്നേരം എന്നൊക്കെ പറയുന്നത്. വണ്ടിയൊക്കെ ഇറങ്ങി ചൂടാവുന്നതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഏത് സമയം പോവുകയാണെങ്കിൽ നമ്മൾ ലെക്ക് പോലെ ഉണ്ടാവും. ഇഷ്ടംപോലെ കാണാം, ചിലപ്പോൾ കുറച്ച് കാണാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണാം. എന്താ ഏട്ടൻ്റെ പേരെന്താ? നാസർ. എവിടെ വീട്? എവിടെ? ഇവിടെ തന്നെ ജനിച്ചു വളർന്നു കൊടുക്കുന്നത്? അതെ, ഇവിടെ വന്നിട്ട് അല്ല, നമ്മളൊക്കെ ജനിച്ചു വളർന്നത് വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൽ ശരിക്കും മറ്റേ എന്തോ ഒരു മുത്തങ്ങ ഒരു പ്രശ്നം നടന്നു നോക്കുന്നത് അത് ഇവിടെയല്ലേ? ഇവിടെയാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് കാട്ടിൽ അവിടെ ആദിവാസികളുണ്ടോ? അവിടെ ഇല്ലല്ലോ, അവർ താമസക്കാരൊന്നും. അപ്പൊ അവർക്ക് അവരുടെ ഭൂസംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ അവർക്ക് ഭൂമി? ഇവിടെ ഭൂമി വേണമെന്ന് സമരം ചെയ്തതാണ്. ഇവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. അപ്പൊ ഇവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം ചെയ്തു. അങ്ങനെ വന്നിട്ട് അതൊക്കെ 2019-ലൊക്കെയാണത്. അന്നൊക്കെ ഉണ്ടോ ഇവിടെ? 2019 അല്ല, 2009-ലാണ്. 2019 അല്ല, 2009-ആണ്. എനിക്കൊരു 9 തോന്നുന്നു. 2009-ലായിരുന്നു. അതാ ഈ ജാനു ശരിക്കും ഇപ്പോൾ അവർ ഇവിടുള്ളതാണോ? എൻ്റെ ഇവിടുള്ളതാണോ? വയനാടാണ്. അത് അവരെ കൂടെ വേറൊരു ആളുണ്ടായിരുന്നല്ലോ. ഗീതാനന്ദൻ. ഭയങ്കര ഫേമസ്. അവരൊക്കെ ഗീതാനന്ദൻ ഉണ്ട്. പിന്നെ ജാനുവിനെ പറ്റി കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഗീതാനന്ദൻ അന്ന് നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ഉണ്ടോ? ഇല്ല, അന്ന് കച്ചവടം ഒന്നുമില്ല. അത് ശരി. ഇതിപ്പോൾ എത്രയായി കച്ചവടം? 15 വർഷം. ഇതിവിടെ ഈ സഫാരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മുത്തങ്ങ സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രാവിലെ 6 മണിക്കാണ് എൻട്രൻസ് കൊടുക്കുന്നത്. 6 മണിക്ക് മുതൽ രാവിലെ 10 മണി വരെ ആണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ്. 1 മണിക്കൂറാണ്. 1 മണിക്കൂറോളം കാട്ടിനുള്ളിൽ കറങ്ങാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ
ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ വണ്ടിയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ, പോകാൻ പറ്റൂ. ആ ഫോറസ്റ്റിൻ്റെ പോകുന്ന അതിനുള്ളൊരു ബസ്സാണ് ഈ വയനാട് വൈൽഡ് ലൈഫ് എന്ന ബസ്സാണ്. പിന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പ്. ഒരാൾക്ക് ഏകദേശം ബസ്സിനാണെന്നുണ്ടെങ്കിൽ 350 രൂപയാണ് ചാർജ് വരുന്നത്. ജീപ്പിനാണെന്നുണ്ടെങ്കിൽ അത് ജീപ്പ് ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. 4 ആൾക്കാരാണ് ജീപ്പിൽ പോകാൻ പറ്റുന്നത്. അതിന് 2500 രൂപ. 5 ആൾക്കാർക്ക് 2500 രൂപ. അന്വേഷിച്ചപ്പോൾ പറഞ്ഞ വിവരമാണ്, ആധികാരികമായിട്ടൊക്കെ കൃത്യമായ ഒരു വിവരമല്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 മണിവേല് കൊടുത്തിട്ടുണ്ട്. 8 ജീപ്പ് 7. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ യാത്രയാണ് ഉണ്ടാവുക. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽക്ക് പോകും. 3 മണി മുതൽക്ക് 1 മണിക്കൂറോളം 4:30 5 മണി വരെ ഉണ്ട്. 1 മണിക്കൂറോളം പോയാൽ ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ആന, പുലി, കടുവ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കടുവയും പുലിയൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും മാനിനെ കാണാം, ആനേനെ കാണാം. ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ല, അതുമാത്രമല്ല വെള്ളച്ചാട്ടങ്ങളും പുഴയും അരുവിയും കാടും പുല്ലും മേടും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മളെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു റിലാക്സേഷനായിട്ട് നമുക്ക് നമ്മൾ വയനാട്ടിലേക്ക് കയറിയാൽ, ഇതിപ്പോൾ നമ്മൾ വയനാട്ടിലെ ഒരു ചെറിയ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരുപാട് ഒട്ടനവധി വയനാടിൻ്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷം നുകരാൻ ഒരുപാട് സ്ഥലങ്ങളും സൗകര്യങ്ങളുള്ള ഒരുപാട് ഡെസ്റ്റിനേഷൻസ് വേറെയുണ്ട്. അതിൽപ്പെട്ട വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തങ്ങ. മുത്തങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കി ആദ്യം വരുമ്പോൾ ദാരുണമായ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചൊരു സ്ഥലം കൂടെയാണ്. പാവപ്പെട്ട ആദിവാസികളുടെ ഒരു ഭൂ സംരക്ഷണ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ 2009 എൻ്റെ ഓർമ്മ. ഇന്ന് അവിടെ കുറച്ച് വയലൻസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു പോലീസ് ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ആദിവാസി മരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അതിന് ശേഷം ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വങ്ങളിലേക്ക് വന്നിട്ടില്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പോലും മുത്തങ്ങയെ പറ്റി പറഞ്ഞിട്ട് മനസ്സിലേക്ക് അറിയാതെ ഇതാണ് മുത്തങ്ങയെ കുറിച്ചിട്ട് പ്രൈമറി ആയിട്ട്. മുത്തങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് പറയാൻ നമ്മളെ അടുത്തൊരു എപ്പിസോഡിൽ മുത്തങ്ങയെ കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ.